നമുക്ക് ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ശ്രീദേവിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് മീനാക്ഷിയും മിത്രയും കൂടെ ഗോമതിയുടെ അടുത്തേക്ക് വന്നു. രണ്ടുപേർക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം ആനന്ദേട്ടൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുവാണ്. ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ അവർ തമ്മിൽ ഡിവോഴ്സ് നടക്കും. ശ്രീദേവി ചേച്ചിക്ക് വാക്ക് കൊടുത്താണ് മീനു എന്തൊക്കെ വന്നാലും ശരി ആനന്ദേട്ടൻ്റെ കൂടെ ഒരു ജീവിതം ഉണ്ടാവും, സംസാരിക്കാൻ വീട്ടില്, അങ്ങനെ ആനന്ദേട്ടനെ പറഞ്ഞു മനസ്സിലാക്കാന്നൊക്കെ. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അങ്ങനെ ഗോമതിയുടെ അടുത്ത് വന്നിട്ട് ഗോമതിയോട് പറഞ്ഞു, അമ്മേ, ആനന്ദേട്ടനും ദേവി ചേച്ചിയും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്ന കാണാനല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നേ. ഒരവസരം കൂടെ ദേവി ചേച്ചിക്ക് കൊടുത്തൂടെ? അവർ സന്തോഷമായിട്ട് ജീവിക്കും. ഒരുപക്ഷെ അച്ഛനും അമ്മയൊക്കെ ആനന്ദേട്ടനോട് പറയുവാണെങ്കിൽ, അല്ല ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പറയുവാണെങ്കിൽ ആനന്ദേട്ടൻ്റെ മനസ്സ് മാറി ആനന്ദേട്ടൻ ദേവിയെടുത്ത് ഇങ്ങോട്ട് തിരികെ കൊണ്ടുവന്നാലോ? അവരൊന്നിച്ച് ജീവിക്കുവാണെങ്കിൽ അതല്ലേമ്മ നല്ലത്. ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാലത്ത് വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ. അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, മോളെ, ആനന്ദിന്റെ തീരുമാനത്തിൽ ഒരിക്കലും ഞാനിനി എതിര് നിൽക്കില്ല. കാരണം അവളെ ദേവിയെ ഞങ്ങൾ അത്രമാത്രം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു മീനു. നിനക്കറിയാലോ, നിന്നെക്കാളും ഇത്രയെക്കാളും കൂടുതൽ അവളെയായിരുന്നു ഞാൻ സ്നേഹിച്ചത്. അവൾ ഈ വീട്ടിലേക്ക് വലതുകാലം വെച്ച് വന്ന് കയറിയതിന് ശേഷം എത്ര കാര്യമായിട്ട് അവളെ നോക്കണ്ടേ. ഞാൻ മാത്രമല്ല, ബാലേട്ടനോ അതുപോലെ തന്നെയായിരുന്നു. എന്നിട്ട് അവളാണ് ഞങ്ങളോട് ഈ ചതി ചെയ്തേ. അവളുടെ സ്വർണവോ പണവോ ഒന്നും മോഹിച്ചിട്ടല്ല. അവളെ കണ്ടപ്പം മുതൽ ഇഷ്ടമായിരുന്നു താനും. എന്നിട്ട് അവൾ നമ്മളോട് ചെയ്ത് ചതിയോ? അവൾ മാത്രമാണോ? അവളുടെ കുടുംബക്കാരും എല്ലാവരും കൂടെ. മിത്ര പറഞ്ഞു, അത് പിന്നെ അപ്പച്ചി ശ്രീദേവി എടുത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. ശ്രീദേവി എടുത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു കരു മാത്രമായിരുന്നു. ഇതിനകത്ത് കിടന്ന് കളിച്ചത് ശ്രീദേവി എടുത്തിന് അച്ഛനും അമ്മയൊക്കെയാണ്. അവരിലെ തെറ്റ് ചെയ്തേ. അതിന് ആനന്ദേട്ടനെ ശ്രീദേവി എടുത്തും തമ്മിൽ അകറ്റേണ്ട കാര്യമുണ്ടോ? അവൾക്കൊരു വാക്ക് തുറന്നു പറയായിരുന്നു. അവളെ ഇത്രയധികം കണ്ട് സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഞങ്ങളോട് തുറന്നു പറയായിരുന്നല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അവൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? കല്യാണത്തിന് മുമ്പ് പറയുമായിരുന്നെങ്കിൽ അവളെ ഇരു കൈ നീട്ടി സ്വീകരിക്കുമായിരുന്നല്ലോ. കള്ളത്തരം കാണിച്ച് അവൾ ഇങ്ങോട്ടേക്ക് വന്നേ. അറിയാലോ, ബാലേട്ടന് ഈ ചതിയും വഞ്ചനയൊന്നും ഇഷ്ടമില്ല. അതുപോലെ തന്നെ ആനന്ദന്റെ ജീവിതം, ബാലേട്ടനാണ് അവൻ ഈ ആലോചന കൊണ്ടുവന്നത്. പക്ഷെ ഇനി ബാലേട്ടനോ എനിക്കൊന്നും പറയാൻ പറ്റില്ല അവനോട്. അവളെ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് അങ്ങനെ നിർബന്ധിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ല. ബാലേട്ടൻ കാരണം അവന്റെ ജീവിതം നശിച്ചു പോയെന്ന ബാലേട്ടൻ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അവനെ ഒരു കാരണവശാലും നിർബന്ധിക്കില്ല. അവന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് നടക്കട്ടെ. അല്ല, അപ്പച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ പുറത്തിറങ്ങിയപ്പോൾ എന്ത് നാണക്കേടായിരിക്കും. അത് മാത്രമല്ല, ശ്രീദേവി വെച്ചിട്ട് വീട്ടുകാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവരെന്ത് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഇത് ഞാൻ എന്താണല്ലോ ഇതിനകത്തൊരു അഭിപ്രായം പറയില്ല. അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഒരിക്കലും ഞാൻ ആനന്ദിനോട് പറയില്ല എന്ന് പറഞ്ഞു. മീനാക്ഷിക്കും ഇത്രയ്ക്കും എന്ത് ചെയ്യണം നടത്തില്ല. അപ്പൊ അമ്മ ഇങ്ങനെയാ പറയുന്നെങ്കിൽ ഇനി അച്ഛനും ഇതേ അഭിപ്രായം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ആനന്ദേട്ടന്റെ തീരുമാനം ആനന്ദേട്ടനെ അറിയിച്ചു കഴിഞ്ഞു. അതേ സമയത്ത് ആര്യൻ ആനന്ദിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആനന്ദ് ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു. അവളുമായിട്ട് എനിക്കിനി ഒരു ജീവിതം ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് പരാതി എഴുതി കൊടുക്കാനായിട്ട് SI മാഡത്തിന്റെ അരിയിലേക്ക് ഉദയഭാനു ശ്രീകലയും കൂടെ ചെന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, എന്താ നിങ്ങളുടെ കംപ്ലൈന്റ് എന്താ പറഞ്ഞോളാൻ പറഞ്ഞു. എൻ്റെ പൊന്നു മാഡം, എൻ്റെ മോൾ അവിടെ കിടന്ന് അനുഭവിച്ചു, നന്നായിട്ട് അനുഭവിച്ചെന്ന് പറയും. നിങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ട് കരയാതെ കാര്യം പറ, എങ്കിലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അവൾക്ക് അവിടെ കൊടിയ പീഡനമായിരുന്നു. പീഡനം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലുള്ള പീഡനമാണ്? ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എല്ലാം ഉണ്ടായിരുന്നു. അവൾ ഞങ്ങളോടൊന്നും തുറന്നു പറയുന്നുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കള്ളക്കഥകളൊക്കെ പറയണം. അങ്ങനെ എൻ്റെ മോൾ അവിടെ കുറെ അനുഭവിച്ചു. ഒടുവില് എൻ്റെ മോളെ അവിടുന്ന് ഇറക്കി വിട്ടു. ഇപ്പൊ ഡിവോഴ്സ് നോട്ടീസ് വായിച്ചിരിക്കുക. അവന് വേറെ കല്യാണം കഴിക്കണം, അതിന് വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പരാതി കൊടുത്തു. പരാതി എല്ലാം എഴുതി വാങ്ങി. ശരി മാഡം അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് തിരികെ പോരുന്ന സമയത്ത് ഉദയഭാനു പറഞ്ഞു, സ്ത്രീകളെ, എനിക്ക് നല്ല ഭയമുണ്ട്. അവര് പറഞ്ഞത് കേട്ടായിരുന്നോ ആ CI മാഡം? മൊഴി കൊടുക്കേണ്ട വരുമെന്ന് ശ്രീദേവിയുടെ മൊഴി അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശ്രീദേവി മൊഴി കൊടുക്കും തോന്നുന്നുണ്ട് അവർക്കെതിരായിട്ട്. ദേവമംഗലംകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ജീവനാ, നമ്മളെക്കാളും കാര്യമാ. അതെ ഉദയേട്ട, ഇതുവരെ കാര്യങ്ങൾ എത്തിക്കാമെങ്കിൽ ഈ ശ്രീകലയ്ക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യാനറിയാം. എൻ്റെ അടുത്താ കളി, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദേവമംഗലംകാരെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ മോളെ അവിടേക്ക് ഞാൻ തിരിച്ച് വീണ്ടും കയറ്റും. ഈ സ്ത്രീകളോട് കളിച്ച കളി എങ്ങനെയാന്ന് അവരെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അതൊക്കെ പറഞ്ഞുകൊണ്ട്
ശ്രീകല ഭയങ്കര ധൈര്യത്തിലായിരുന്നു. പക്ഷെ ഉദയഭാനുവിന് പേടിയുണ്ടായിരുന്നു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുപോ, അവസാനം തനിക്കിട്ട് പണി കിട്ടുവോ. തനിക്കിട്ട് മാത്രമല്ല ശ്രീകലയ്ക്കിനും പണി കിട്ടും. അവരന്വേഷിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞൊക്കെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ശരിക്കും തെറ്റ് ചെയ്ത് തങ്ങളാന്ന് അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ വിടത്തില്ല. പിന്നീട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഉദയഭാനുവിന്റെ സ്ത്രീകൾ പറഞ്ഞു, ഞാൻ അവിടെ ചെന്നിട്ട് മോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം, നിങ്ങൾ കൂടുതലൊന്നും പറയാൻ പോണ്ട, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞു. ഈ സമയം ശ്രീദേവി ആകെപ്പെടെ ടെൻഷനില്ല. അച്ഛനും അമ്മയും എങ്ങോട്ട് പോയെന്ന് പോലും അറിയത്തില്ല. ഈ നോട്ടീസ് വന്ന ഉടനെ പോയതാണ്. ദൈവമേ, ആരെങ്കിലും കാണാൻ പോയതാണോ, കണ്ട് സംസാരിക്കാൻ പോയതാണോ, എന്താ ഏതൊന്നും അറിയില്ല. അത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേനും ഉദയഭാനു ശ്രീകലയും കൊണ്ട് ഒരു ചിരിയൊക്കെ ചിരിച്ച് അങ്ങോട്ട് കയറി വന്നു. പിന്നീട് ശ്രീദേവി നോക്കിക്കൊണ്ട് പറഞ്ഞു, മോളെ നീ വിഷമിക്കുമൊന്നും വേണ്ട, നിന്റെ നല്ല കാലം തെളിഞ്ഞു, അധികം ഭയക്കാതെ ആനന്ദ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകും, അതിനിടെ പണികളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് പണികള്? ആനന്ദേണ്ട എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നോ? ആനന്ദേണ്ട എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുവാന്ന് രണ്ടുപേർക്കും അറിയാലോ. മോളെ നിനക്ക് അവിടേക്ക് കയറണമെങ്കിൽ ഈ അമ്മ പറയുന്ന പോലെ അനുസരിക്കണം. അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, അത് പറയുന്ന പോലെ അനുസരിച്ചാൽ മാത്രം നിനക്ക് ആ വീട്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ. എന്ത്? അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറയുന്ന മാത്രം അനുസരിച്ചാൽ മതി, കേട്ടല്ലോ. നിനക്ക് ആനന്ദിനോടൊപ്പം ജീവിക്കണം എങ്കിൽ അമ്മയുടെ വാക്കുകൾ കേൾക്കണം. അല്ലാതെ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാകത്തില്ല. ആനന്ദ് നിനക്ക് ഡിവോഴ്സ് തരും, നീയും ആനന്ദും കൂടെ പിരിയുകയും ചെയ്യും. അത് വേണ്ട, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞു. ശ്രീദേവിക്കൊന്നും മനസ്സിലായില്ല. എന്തോ ഒരു തന്ത്രം ഒപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി, പക്ഷെ എന്താണെന്നറിയില്ല. പക്ഷെ ശ്രീദേവിക്ക് അറിയില്ലോ ഇങ്ങനെ ഒരു കുരുക്കാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ട് അവർ വരുന്നതെന്ന്. ശ്രീദേവിയോട് ഭയങ്കര സ്നേഹത്തോട് വിട്ട് ഉദയഭാനു ശ്രീകലം പെരുമാറുന്നത്. കാരണം ശ്രീദേവി ചോദ്യം ചെയ്യും, മൊഴി കൊടുക്കണമല്ലോ. അപ്പൊ അവള് തങ്ങൾക്കെതിരായിട്ടൊന്നും പറയരുത്, ആനന്ദിനെതിരായിട്ട് തങ്ങൾ കംപ്ലൈന്റ് കൊടുത്ത പോലെയൊക്കെ വേണം പറയാൻ. അപ്പം ശ്രീദേവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ മൊഴിയാണല്ലോ. അപ്പൊ പിന്നെ പോലീസുകാർക്ക് വിശ്വാസം വരും, അല്ലെ തങ്ങളെ പിടിച്ച് അകത്തിടുമെന്നുള്ള കാര്യം അറിയുകയും ചെയ്യാം. ആ സമയത്ത് പരാതി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് സിയും കൂട്ടർ എന്ത് ചെയ്തു, നേരെ ദേവമംഗലത്തേക്ക് വരുവാണ്. പക്ഷെ ഇതൊന്നും ഗോമതിയോ മിത്ര മീനാക്ഷിയോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവരവിടേക്ക് വന്നു. ജീപ്പിന്റെ ഒച്ച കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും മിത്രയാണ് പോയി കഥോറ് നോക്കുന്നത്. അമ്മ പോലീസ് ജീപ്പ് എന്ന് പറഞ്ഞു. പോലീസ് ജീപ്പോ? ഗോമതി ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇത് ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ വീടല്ലേ എന്ന് ചോദിച്ചു. അതെ. എന്താ മേഡം, എന്താ കാര്യം? നിങ്ങളാരാ? ഞാൻ ബാലന്റെ ഭാര്യ. ഓ നിങ്ങളാണല്ലേ, നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. അല്ല ബാലനും പിന്നെ ബാലന്റെ മകൻ ആനന്ദും കൂടി ഇല്ലെന്ന് ചോദിച്ചു. ഇല്ല, അവര് കടയിലാന്ന് പറഞ്ഞു. എങ്കിൽ നിങ്ങൾ വന്ന് വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, എന്താ മാഡം, എന്താ എന്റെ അമ്മ എന്തിനാ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നെന്ന് ചോദിച്ചു. അതൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തില. പരാതിയോ? അതെ, നിങ്ങളുടെ മരുമോള് ശ്രീദേവിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പരാതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മീനാക്ഷിയും ഇത്ര ഒരുപോലെ ഞെട്ടിപ്പോയി. അതെങ്ങനെ ശരിയാവും? ഒന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും പറഞ്ഞു, ഗോമതിയോട് വന്ന് വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞു. മാഡം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തിട്ടുണ്ടോ ശരി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അവിടെ ചെന്ന് തീരുമാനിക്കും, ഇങ്ങോട്ട് കയറാൻ പറഞ്ഞു. അങ്ങനെ കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്കും മീനാക്ഷിക്കും ആപ്പഴ ടെൻഷനായി. മിത്ര പെട്ടെന്ന് തന്നെ ആര്യനെ വിളിക്കുകയാണ്. ആര്യനെ വിളിച്ചിട്ട് ആര്യനോട് കാര്യം പറഞ്ഞു. ആര്യ അമ്മയെ വന്ന് പോലീസ് ജീപ്പ് കയറ്റിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. പോലീസ് ജീപ്പിലോ? അതെ, പോലീസ് സ്റ്റേഷനിലേക്കാണ് അമ്മയെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇത് പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് കേട്ടത് ആര്യം ഞെട്ടിപ്പോയി. മീനാക്ഷിക്കെല്ലാം ഭയങ്കര ടെൻഷനായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് അവരും വിചാരിച്ചല്ലായിരുന്നല്ലോ. പിന്നെ നേരെ ജീപ്പ് പോകുന്ന ഗോമതി സ്റ്റോഴ്സിലേക്കാ. ബാലനും രാമേട്ടനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, ആനന്ദും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ബാലനെ വിളിക്കുന്ന സമയത്ത് പോലീസുകാർ കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ രാമേട്ടൻ പറഞ്ഞു, എന്റെ പൊന്നു മാഡം, ബാലനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ബാലനെ ആനന്ദിനെയും കൂടെ പിടിച്ചോണ്ട് പോവാണ്. എന്താണെങ്കിലും ചോദ്യം ചെയ്യാനായിട്ടാണ് അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആകാശിനും ആരിനും ഒക്കെ ഭയങ്കര ടെൻഷനായി. കാരണം ഇത് കള്ളപ്പരാതിയാന്നുള്ള കാര്യം മനസ്സിലായി. മീനുവിനും ഇത്രയ്ക്കും ഒന്നും സഹിക്കാൻ പറ്റിയില്ല. ദേവി ചേച്ചിയും കൂടെ അറിഞ്ഞിട്ടാണോ? അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ഒരിക്കലുമല്ല. കാരണം ദേവി ചേച്ചി ഇന്ന് വീട്ടിൽ തനിച്ചുണ്ടായിരുന്നുള്ളൂ. ദേവി ചേച്ചി അച്ഛനും അമ്മയും എവിടെയൊക്കെയോ പോവാന്നും പറഞ്ഞ് പോയതാ. ഒരു പക്ഷെ ദേവി ചേച്ചി അറിയാതെ ആയിരിക്കും പരാതി കൊടുത്തിരിക്കണേന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് പോലും അവർക്കറിയില്ല. ആകെയുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട പോലെ തോന്നി. കാരണം ഇനി ഒരു കാരണവശാലും ശ്രീദേവി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ആനന്ദേട്ടൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. പരാതിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.